ആദ്യ കളക്ഷൻ നമ്മുടെ ഭാവന ചേച്ചി അഭിനയിച്ച അനോമി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെയാണ്. പടം റിലീസിന് വന്നിട്ട് ഒരു ദിവസം കഴിയുകയാണ്. എന്തായാലും പടത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസും ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം സിനിമ കേരള ബോക്സ് ഓഫീസിന് 21 ലക്ഷമാണ് സിനിമയുടെ കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 3 ലക്ഷമാണ്. അങ്ങനെ ടോട്ടൽ സിനിമ ഡൊമസ്റ്റിക് ആയിട്ട് 24 ലക്ഷമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വളരെ മോശമായ ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഭാവന ചേച്ചിയുടെ ഈ സിനിമയ്ക്ക് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ ഈ ഒരു പടത്തിന് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുക. അടുത്ത കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ തമിഴ് ബോക്സ് ഓഫീസ് തന്നെയാണ്. നമ്മുടെ തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ അനുസരാജ് സിനിമയാണ് നമ്മുടെ വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും പടത്തിന്റെ ഓപ്പണിംഗ് പരിശോധിക്കാം നമുക്ക്. തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്. 1 കോടിയുടെ മുകളിലുണ്ട്. 1,05,00,000 സിനിമയിൽ തമിഴ്നാട് ഓപ്പണിംഗ്. കേരളത്തിലെ സിനിമയ്ക്ക് വെറും 2 ലക്ഷമാണ് കളക്ഷൻ ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത്. തെലുങ്കിലാണെങ്കിൽ സിനിമയ്ക്ക് 28 ലക്ഷമാണ്. കർണാടകയിൽ സിനിമയ്ക്ക് 11 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 3 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമയ്ക്ക് 1,49,00,000 ഓപ്പണിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തമിഴ് സിനിമയ്ക്ക് ഒരു നല്ലൊരു ഡീസൻ്റ് ആയ സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക്. മറ്റൊരു സിനിമയാണ് നമ്മുടെ ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ജയറാം, കാളിദാസ് ജയറാം എന്നിവർ അഭിനയിച്ച സിനിമയാണ്. പടത്തിന്റെ ഓപ്പണിംഗ് പരിശോധിക്കാം നമുക്ക്. സിനിമയ്ക്ക് കേരളത്തിൽ നല്ലൊരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. ഓൾമോസ്റ്റ് 69 ലക്ഷമാണ് സിനിമേന്റെ ഓപ്പണിംഗ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈവൻ സിനിമയ്ക്ക് കർണാടക തമിഴിലാണെങ്കിൽ പോലും നല്ലൊരു ഓപ്പണിംഗ് ഉണ്ട്. കർണാടകയിൽ സിനിമയ്ക്ക് 6 ലക്ഷമാണ്. തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് 4.5 ലക്ഷം. റെസ്റ്റ് ഓഫ് ഇന്ത്യ സിനിമയ്ക്ക് 2.5 ലക്ഷം. അങ്ങനെ ടോട്ടൽ സിനിമ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം 72 ലക്ഷമാണ് നേടിയത്. ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ സിനിമയ്ക്ക് 10.95 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആദ്യ ദിവസം സിനിമയ്ക്ക് 83 ലക്ഷമാണ്. ഡീസൻ്റ് ആയ സ്റ്റാർട്ടാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നമുക്ക്. നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങൾ തന്നെയാണ് പടം കണ്ടവർ പറയുന്നത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു സിനിമയാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ആശാൻ എന്ന് പറഞ്ഞ സിനിമ. സിനിമയ്ക്ക് ആദ്യ ദിവസം വളരെ മോശമായ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ സിനിമയ്ക്ക് രണ്ടാം ദിവസം നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ. എന്തായാലും സിനിമയ്ക്ക് 2 ദിവസത്തെ കളക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഇന്ദ്രൻ സേട്ടൻ്റെ ആശാൻ എന്ന് പറഞ്ഞ സിനിമ 2 ദിവസമായിരിക്കുകയാണ് സിനിമ റിലീസിന് വന്നിട്ട്. സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 44 ലക്ഷമാണ് 2 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ സിനിമയ്ക്ക് 3.5 ലക്ഷമാണ്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ സിനിമയ്ക്ക് 2.5 ലക്ഷം. ടോട്ടൽ 50 ലക്ഷം നേടിയെടുത്തിരിക്കുകയാണ് സിനിമ 2 ദിവസം കൊണ്ട്. ഇതിൽ 2 ദിവസത്തെ ഷെയർ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 24 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. എന്തായാലും ഇന്ദ്രൻ സെറ്റിൻ്റെ ഒരു ആവറേജ് കളക്ഷൻ തന്നെയാണ് 2 ദിവസം കൊണ്ട് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു സിനിമയാണ് ചെറുപ്പക്കാരുടെ കഥ പറഞ്ഞു പോകുന്ന പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ 8 ദിവസത്തെ വേൾഡ് വൈഡ് പരിശോധിക്കാം നമുക്ക്. പടം റിലീസിനായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയ്ക്ക് നല്ലൊരു ഹോൾഡ്, അത് മാത്രമല്ല നല്ല സ്ക്രീൻ കൗണ്ട് സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ഡേ ബൈ ഡേ ആയിട്ട്. ഈവൻ കർണാടകയിലൊക്കെ സിനിമയ്ക്ക് നല്ലൊരു റഷ് കാണുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട്. കേരളത്തിലെ സിനിമയ്ക്ക് 8 ദിവസം കൊണ്ട് 6,38,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. വേൾഡ് വൈഡ് സിനിമയ്ക്ക് 9,23,00,000. നല്ലൊരു ആഴ്ച സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, നല്ലൊരു ഓപ്പണിംഗ് ആയിട്ട്. എന്തായാലും ഈ വരുന്ന വർക്കിംഗ് ഡേയ്സും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ കിട്ടാൻ ചാൻസ് കാണുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. എന്തായാലും ഒരു 11,50,00,000 എത്താൻ നല്ല ചാൻസ് കാണുന്നുണ്ട് ഈ ആഴ്ച അവസാനത്തോടെ. അടുത്ത കളക്ഷൻ തലൈവർ തമ്പി തലൈമൽ എന്ന് പറഞ്ഞ ജീവ അഭിനയിച്ച മലയാള സിനിമേൻ്റെയാണ്, തമിഴ് സിനിമേൻ്റെയാണ്. പടത്തിൽ തമിഴ്നാട്ടിൽ നല്ലൊരു വരവേൽപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഈവൻ കേരളത്തിലും സിനിമയ്ക്ക് ചെറിയൊരു കളക്ഷൻ കാണുന്നുണ്ട്. തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് 33,22,00,000 ടോട്ടൽ കളക്ഷൻ കാണുന്നത് തമിഴ്നാട്ടിൽ കഴിഞ്ഞ 22 ദിവസം കൊണ്ട്. കർണാടക സിനിമയ്ക്ക് 1,96,00,000 സിനിമേൻ്റെ കർണാടക ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ഇനി കേരളത്തിലാവട്ടെ സിനിമയ്ക്ക് 1,22,00,000 സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ടോട്ടൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 42 ലക്ഷമാണ് ഇന്ത്യയിൽ മറ്റു ഭാഗത്തേക്കായിട്ട് പടത്തിന് കളക്ഷൻ കാണുന്നത്. അങ്ങനെ ഡൊമസ്റ്റിക് ആയിട്ട് സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം നിലവിൽ നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻ ഓൾമോസ്റ്റ് 36,82,00,000. ഇനി സിനിമേൻ്റെ ഇന്ത്യൻ്റെ വെളിയിലെ കളക്ഷൻ നോക്കാം. ഓവർസീസ് ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 22 ദിവസം കൊണ്ട് 3,20,00,000 കളക്ഷൻ കാണുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 40,02,00,000 സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ്. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലോട്ട് പോവുകയാണ് കഴിഞ്ഞ 22 ദിവസമായിട്ട് സിനിമ. എന്തായാലും ഒരു 42 അല്ലെങ്കിൽ 44 കോടി ആയിരിക്കും സിനിമ ഫൈനൽ കളക്ഷൻ വരാൻ ചാൻസ് കാണുന്നത്. വെറും 10 കോടിയിലാണ് സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഒരു 50 കോടി സിനിമ എന്തായാലും വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നിലവിലെ സിനിമേൻ്റെ OTT റിലീസ് അപ്ഡേറ്റും നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആയിട്ട് കൺഫേം ആയിരിക്കുകയാണ്.
കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ കളക്ഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. OTT സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. പുതിയ OTT സിനിമ വാർത്തകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും.